വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മത്തിക്കറി വെച്ചാലോ? അപ്പം മാങ്ങ ഇട്ടുള്ള മത്തിക്കറിയാണ് ഞാനിവിടെ വയ്ക്കുന്നത്. അതിനായിട്ട് 1 കിലോ മത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടിയിൽ കുടംപുളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മീൻ ഉളുപ്പുപണമൊന്നുമില്ലാതെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കുടംപുളിയും കൂടെ വെള്ളത്തിലിടുന്നത്. ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ച് കുടംപുളി നമുക്കൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അതുപോലെ ഞാനൊരു ചട്ടിയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ വെട്ടിയെടുത്തിട്ട് ആ ഉപ്പിനകത്തിട്ട് തേച്ച് ആ ഉളുമ്പ് മണമൊക്കെ കളയാനായിട്ടാണ്. അപ്പോൾ ഇനി നമുക്കൊരു കത്രിക എടുക്കാം. എന്നിട്ട് മീനിൻ്റെ സൈഡൊക്കെ വെട്ടിക്കളഞ്ഞ് ചെതുമ്പലൊക്കെ ഒന്ന് കളയാം. ഈ കത്രികയുടെ കത്രിക വെച്ച് തന്നെ സൈഡ് വെച്ച് തന്നെ ഇതിൻ്റെ ചെതുമ്പലെല്ലാം ഇങ്ങനെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. കത്തിയൊന്നും വേണ്ട, എളുപ്പമാണ്. 2 സൈഡും ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ട് തലയും വാലും ഒക്കെ കളഞ്ഞ് നമുക്ക് മീനിൻ്റെ അകത്തിരിക്കുന്ന വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഇതുപോലെ എടുക്കണം. നല്ല ഫ്രഷ് മത്തിയാണേ. ഞാൻ ആ ഉപ്പ് എടുത്ത് വെച്ചില്ലേ, അതിനകത്തേക്ക് തന്നെ മീൻ വെട്ടിയിട്ട് കൊടുത്തു. ഇനി നമുക്കിതുപോലെ ആ മുഴുവൻ മീനും ഒന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ആ ഉപ്പുകല്ലിനകത്ത് ഇട്ട് മീൻ നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കണം. ഇതുപോലെ. എന്നിട്ട് അതിനകത്ത് ആ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചൊന്ന് ഇതുപോലൊന്ന് കഴുകിയെടുത്താൽ മതി. ആ വേസ്റ്റൊക്കെ അങ്ങ് പൊക്കോളും. ഇതുപോലെ എല്ലാം ഒരു 5-6 വെള്ളം കഴുകി ഇതുപോലെ തേച്ച് കഴുകിയെടുക്കണേ, അല്ലെങ്കിൽ ആ ഉളുമ്പുമണം പോകത്തില്ല. മത്തിക്കൊക്കെ ഇത്തിരി കൂടുതലാണ് ഉളുമ്പൊക്കെ. അപ്പോൾ ആ സ്മെല്ലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇനി നമുക്ക് ആ കുടംപുളിയുടെ കൈ വെച്ചാൽ ഞെരടിയിട്ട് ആ വെള്ളവും കൂടെ മത്തിയിൽ ഒഴിച്ചു കൊടുക്കുക. അത് അവിടെ ഇരുന്ന് ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള മസാലക്കൂട്ടൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിപ്പൊടി നല്ല മുളകും കൂടെ പൊടിച്ചതാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു മൂത്ത മണം വരുമ്പോഴത്തേനും നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു, കരിയാതെ നോക്കണേ. ഇട്ട് കൊടുത്ത് ഇതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ഒരു 5 കഷ്ണം ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ തണുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുള്ളേ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. നിങ്ങളൊക്കെ ഇതുപോലാണോ മത്തിക്കറി വയ്ക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതെടുത്ത് വെച്ചിട്ടുണ്ട്, അരച്ച് വെച്ചു. അതിന് ശേഷം ഞാനൊരു 10 കഷ്ണം ചെറിയ ഉള്ളി, ഒരു 4 കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും കൂടെ ഞാനൊന്ന് മഷി പോലെ ഒന്ന് അരച്ച് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് കൊടുത്തു. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റില്ലേ, ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും കൂടെ, അതും കൂടെ നമുക്ക് മീനിലേക്ക് ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി വരണം. ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ. ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മൂത്ത് വന്നപ്പോഴത്തേനും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആ ഉള്ളിക്കൊക്കെ ഒരു മഞ്ഞ കളർ കിട്ടാൻ, അല്ലെ വെളുത്തിരിക്കും. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തു. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊന്നും ഒരുപാടായി പോകരുത്. ഒരുപാടായി പോയാൽ അരപ്പ് കൂടിപ്പോവും, പിന്നെ നമുക്ക് കഴിക്കാനൊക്കെ ഒരു മടുപ്പായിരിക്കും. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അതവിടെ നിന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മാങ്ങ എടുത്ത് ചെത്തി അരിഞ്ഞു കൊണ്ടുവരണം. ഞാൻ മാങ്ങായും എടുത്ത് അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പച്ചമുളക് അരച്ചു, പിന്നെ വറ്റൽമുളക് ഇട്ടു, മുളക് പൊടിയും അരച്ചു. അതുകൊണ്ടാണ് 2 പച്ചമുളക് എടുത്തത്. ഇനി നമുക്ക് തിളച്ച ആ അരപ്പിനകത്തേക്ക് നമ്മുടെ മത്തി പെറുക്കിയിട്ട് കൊടുക്കാം.
മീനിട്ട് കൊടുത്തു. മീനിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തവി വെച്ച് അതെല്ലാം ഒന്ന് അരപ്പിനകത്തേക്കൊന്ന് മുങ്ങത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചൊന്ന് അടച്ച് വയ്ക്കുക. ഇതാ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ മാങ്ങയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം, മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. എന്താ നല്ല പുളിയുള്ള മാങ്ങയാണേ. നോക്കണം, നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ നിങ്ങൾ ലേശം പുളിയും കൂടെ ചേർക്കണേ. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിടാത്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇനി എടുത്ത് ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കണം. തവി ഒന്നും ഇട്ട് ഇളക്കരുത്, അത് പൊടിഞ്ഞു പോവും. അപ്പോൾ കൈ വെച്ചൊന്ന് ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അത് ഞാൻ ഉപ്പൊക്കെ നോക്കുവാണ്, ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് ഈ സമയത്ത് നോക്കുവാണ്. നോക്കിയപ്പോൾ എല്ലാം കറക്റ്റിനുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് നിൽപ്പുണ്ട്. നല്ല മീൻ കറിയാണ്. അപ്പം ഇതുപോലൊന്ന് വെച്ച് നോക്കണം എല്ലാവരുമേ. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.